മുറിവുകളിൽ സാന്ത്വനമേകും കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. വിടുതലിനുന്നത ശക്തി നിറയ്ക്കും കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. തളരുന്നൊരു മനുജനു കൃപയരുളും കാരുണ്യാഭിഷേകം. അഭിഷേകത്തിനുണർവ് പകരും കാരുണ്യാഭിഷേകം, 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 അഭിഷേകം, കാരുണ്യാഭിഷേകം, അഭിഷേകം, കാരുണ്യാഭിഷേകം, അഭിഷേകം, കാരുണ്യാഭിഷേകം. ദൈവത്തിന് അർപ്പിക്കുന്ന ബലി കൃതജ്ഞതയായിരിക്കട്ടെ എന്ന് സങ്കീർത്തകൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുന്നവരാണ്, സാധിക്കുമെങ്കിൽ ഇടദിവസങ്ങളിൽ കുർബാനയ്ക്ക് പോകുന്നവരാണ്. അപ്പം അതൊക്കെ വലിയൊരു സന്തോഷമായി നമ്മൾ കാണുന്നു. മക്കളെ പറഞ്ഞയക്കുന്നു, മാതാപിതാക്കൾ മക്കളെ നിർബന്ധിക്കുന്നു. പക്ഷെ ഇവിടെ സങ്കീർത്തനത്തിൽ പറയുകയാണ്, കൃതജ്ഞതയായിരിക്കട്ടെ നീ ദൈവത്തിന് അർപ്പിക്കുന്ന ബലി. കൃതജ്ഞതയായിരിക്കട്ടെ നീ ദൈവത്തിന് അർപ്പിക്കുന്ന ബലി എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ നിമിഷവും നമ്മൾ ഈ കൃതജ്ഞതയുള്ളവരായി മാറണം. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു, അപ്പോൾ നമ്മൾ ഓർക്കണം, ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ കിട്ടാത്ത ധാരാളം മനുഷ്യരുണ്ട്. ഞാൻ ഒരിക്കലും ഓർക്കുകയാണ്, എൻ്റെ ഒരു സുഹൃത്ത് ജോർജ്, അദ്ദേഹം ആഫ്രിക്കയിലാണ്. അദ്ദേഹം പറയുകയാണ്, ഒരു കുടുംബത്തിന് ഒരു 20 ലിറ്റർ എൻ്റെ വെള്ളമാണ് ഒരാഴ്ച മുഴുവനും. അവർക്ക് അതിൽ നിന്ന് വേണം കുടിക്കാനും കുളിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും എല്ലാത്തിനും. അപ്പോൾ എന്തുമാത്രം കഷ്ടപ്പാടാണ് ആ കുടുംബത്തിന്. ഒരു 20 ലിറ്റർ വെള്ളം കൊണ്ട് ഒരു കുടുംബം മുഴുവൻ ഒരാഴ്ച കൊണ്ട് അത് ഉപയോഗിക്കണം. ജീവിതത്തിൽ പ്രിയമുള്ളവരെ, അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് ഈ ഒരു സംഭവം നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അറിയാതെ നമ്മൾ ദൈവത്തിന് നന്ദി പറയും. നമ്മൾ വീഴാതെ നടക്കുന്നു. വീണ് കഴിയുമ്പോഴാണ് നമ്മൾ ഓർക്കുക, ഇത്രയും നാൾ നമ്മൾ നടന്നപ്പോൾ എത്രയോ ദൈവം നമ്മെ അനുഗ്രഹിച്ചു, സഹായിച്ചു, നാം നന്ദി പറയാൻ വിട്ടുപോയി. അല്ലെങ്കിൽ ഒരു രോഗം വന്നു, അപ്പോൾ രോഗം വരുന്നതിന് മുമ്പ് എത്രയോ ദൈവം നമ്മെ പരിപാലിച്ചിട്ടുണ്ട്. അപ്പോൾ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകുന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അതിനൊക്കെ കൃതജ്ഞത പറയാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് സങ്കീർത്തനം പറയുന്നത്, കൃതജ്ഞതയായിരിക്കട്ടെ നീ ദൈവത്തിന് സമർപ്പിക്കുന്ന ബലി. അത്യുന്നതിനുള്ള നേർച്ചകൾ നിറവേറ്റുക. ചില മനുഷ്യർ നേർച്ചകൾ ചെയ്യാമെന്നൊക്കെ പറയും, പിന്നെ അവർ മറന്നുപോകും. ഞങ്ങൾ സഹായിക്കാമെന്നൊക്കെ പറയും, പിന്നെ ഒരു ആപത്ത് വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ അവർ നേർച്ചകൾ നേരും, പിന്നെ അത് മറന്നുപോകും. അപ്പോൾ വചനം പറയുകയാണ്, അത്യുന്നതിനുള്ള നിന്റെ നേർച്ചകൾ നിറവേറ്റുക, അനർത്ഥകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക. അപ്പോൾ നമുക്കൊരു വേദന വരുമ്പോൾ നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. നമുക്കൊരു ദുഃഖം വരുമ്പോൾ, നമുക്കൊരു സങ്കടം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. എന്താണ് കാരണം? ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ മോചിപ്പിക്കും. അപ്പം നമുക്കൊരു കഷ്ടത വരുമ്പോൾ നാം ദൈവത്തെയാണ് ആദ്യം വിളിക്കേണ്ടത്. തീർച്ചയായും അവനൊരു വഴി നമുക്ക് തുറന്നു തരും, അവൻ നമ്മെ സഹായിക്കും. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ജീവിതം തന്നെ ഒരു ബലിയായി സമർപ്പിക്കാൻ കൃപ നൽകണമേ. റോമാക്കാർക്കുള്ള ലേഖനം 12-ാം അധ്യായം 1-ാമത്തെ തിരുവചനത്തെ ഞങ്ങൾ വായിക്കുന്നുണ്ട്. നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് സജീവവും പ്രീതികരവുമായി സജീവ ബലിയായി അർപ്പിക്കുവിൻ. കർത്താവെ, ഞങ്ങളുടെ ശരീരങ്ങളും ഞങ്ങളുടെ ജീവിതവും ഒരു ബലിയായി സമർപ്പിക്കുവാൻ ഞങ്ങൾ കൃപ നൽകണമേ. ഈശോയെ, എല്ലാ പ്രവൃത്തികളിലും ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കുവാൻ വലിയൊരു നല്ല ഒരു ഹൃദയം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. അങ്ങയിലാണു ഞാൻ അഭയം തേടുന്നത്, വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാനങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ.
പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.